ഹലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ പ്രഗ്നൻസി ജേർണിയിൽ കുറേ വീഡിയോസ് ഗോ ത്രൂ ചെയ്ത ടോപ്പിക്സ് വീഡിയോസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു ഫുഡ് ടു ഹാവ് ഇൻ പ്രഗ്നൻസി എന്നുള്ള രീതിയിൽ. അതിനുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമായിരിക്കും, എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ്സ് ഒക്കെ ഓൾറെഡി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്തൊക്കെയാണ് ഒരുപാട് പേര് പറഞ്ഞു കേൾക്കാം. പപ്പായ കഴിക്കരുത്, ഡേറ്റ്സ് കഴിക്കരുത്, എഗ്ഗ് കഴിക്കരുത്, അല്ലെങ്കിൽ ഫിഷ് കഴിക്കരുത്, അത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഫോളോ ചെയ്തതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിക്കാം, പക്ഷെ കഴിക്കേണ്ട രീതിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ പറഞ്ഞ പോലെ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്ന് പറയുന്നത് പപ്പായയും പൈനാപ്പിളും കഴിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. മെയിൻ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ പറയും, കാരണം അതിൽ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് അബോർഷൻ ചാൻസസ് കൂടുതലായിരിക്കും. ഒരു ബേസിക് തിങ് ആണത്. അപ്പോൾ ഒരുപാട് ചിലപ്പോൾ നമ്മൾ അറിയാതെ വല്ലപ്പോഴും ഇപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിക്കുന്നു, അതിലൊരു പീസ് 2 പീസ് കഴിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ചിലരൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കുന്നവർ, കട്ട് ചെയ്ത് പീസസ് ഒക്കെ ആയിട്ട് കഴിക്കുന്നവരുണ്ടാവും. അത് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലോ റിലേറ്റീവ്സിനോ അത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇങ്ങനത്തെ പ്രഗ്നൻസി റിലേറ്റഡും അതുപോലെ ഞാൻ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നുന്ന ടോപ്പിക്സ്, യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ടോപ്പിക്സ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ടോപ്പിക്സ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ പൈനാപ്പിൾ, പപ്പായ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ക്രേവിങ്സ് ആയിരിക്കും. ചിലർക്ക് പുളിയോടായിരിക്കും താല്പര്യം, എരിവിനോടായിരിക്കും താല്പര്യം, മധുരത്തിനോടായിരിക്കും താല്പര്യം. എല്ലാത്തിനും അതിൻ്റെതായ ഡ്രോബാക്സ് ഉണ്ട്. ഒരുപാട് സ്പൈസി കഴിക്കുന്നത് നല്ല കാര്യങ്ങളല്ല. ഇപ്പോൾ എരിവ് ഭയങ്കരമായിട്ട് അച്ചാറും പപ്പടവും ഒക്കെ നമുക്ക് ഒരുപാട് കഴിക്കുന്നതും ശരീരത്തിന് നല്ലതല്ല. ആവശ്യത്തിന് കഴിക്കാം. എനിക്ക് എരിവിനോടും പുളിയോടും ആയിരുന്നു താല്പര്യം. എനിക്ക് 2 പ്രഗ്നൻസിക്കും മറ്റേ എന്താ പറയുക, മധുരത്തിനോട് താല്പര്യം കുറവായിരുന്നു. ചിലർക്ക് ഷുഗറിനോട് ഭയങ്കര താല്പര്യം. ഷുഗർ ഒരുപാട് കഴിച്ചാലും ഡയബറ്റിക് ആവാൻ സാധ്യതയുണ്ട്. അത് ലാസ്റ്റ് ടൈം ഓഫ് പ്രഗ്നൻസിയിൽ നമുക്ക് ഡയബറ്റിക്കും അത് സി സെക്ഷൻ അതേപോലെ തന്നെ അബോർഷൻ കോംപ്ലിക്കേഷൻസിനൊക്കെ ചാൻസസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പുളിയൊക്കെ ഒഴിവാക്കുക. ചിലർക്ക് പുളിയോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പം പച്ചമാങ്ങയാണെങ്കിലും ഭയങ്കര പുളിയുള്ള പച്ചമാങ്ങകൾ കഴിക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യങ്ങളല്ല. അതുവേ ഈ ടെർമറിൻ വന്നിട്ട്, പുളി വന്നിട്ട് ഹൈ എമൗണ്ട് ഓഫ് വിറ്റമിൻ സി ആണ് അതിനകത്തുള്ളത്. അത് നമുക്ക് അബോർഷൻ ചാൻസസ്, ഒരുപാട് പ്രൊജസ്ട്രോൺ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് പുളി കഴിക്കുന്നത്. സോ അതിന് നമുക്ക് ശരീരത്തിന് നല്ലതല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അണ്ടർ കുക്ക്ഡ് ഫുഡ് വന്നിട്ട് നിങ്ങൾ കഴിക്കാതിരിക്കുക. ഇപ്പോൾ എസ്പെഷ്യലി മുട്ട, മീൻ, ഇറച്ചി ഇതൊക്കെ നല്ലോണം കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഒരിക്കലും റോ ആയിട്ടോ അണ്ടർ കുക്ക്ഡ് ആയിട്ടോ കഴിക്കാതിരിക്കുക. ചിലർക്ക് ബുൾസയൊക്കെ ഇഷ്ടമുള്ളതായിരിക്കും. അപ്പം ഈ ബുൾസയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ വന്നിട്ട് നമുക്ക് അമ്മമാർക്ക് ഫുഡ് പോയ്സൺ അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ബുൾസയോ അല്ലെങ്കിൽ വാട്ടി കുടിക്കുന്ന മുട്ടകളോ ഒന്നും ഈ പ്രഗ്നൻസി ടൈമിൽ നല്ലതല്ല. ഒന്നുമില്ലെങ്കിൽ നല്ലോണം വേവിച്ച് കഴിക്കുക, മുട്ട ബോയിൽ ചെയ്ത് കഴിക്കുക, ബോയിൽഡ് എഗ് കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓംലേറ്റ് ആയിട്ടോ ഫുള്ള് വേവിച്ചിട്ടൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ബുർജി ആയിട്ടൊക്കെ കഴിക്കുക. നല്ലോണം കുക്ക് ചെയ്യണം എന്നുള്ളതാണ് മെയിൻ. ഇറച്ചിയായാലും അതുപോലെ തന്നെ നല്ലോണം കുക്ക് ചെയ്യുക. ഒരുപാട് മസാലാസ് യൂസ് ചെയ്യാതെ കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഈ സംഭവം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പോയ്സൺ അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഈ അണ്ടർ കുക്ക്ഡ് ഫുഡുകളൊന്നും കഴിക്കരുത്. നട്ട്സ് ഒക്കെ കഴിക്കാം, ബദാം കഴിക്കാം, ഇതൊക്കെ കഴിക്കാം. നമുക്ക് ഡേറ്റ്സ് കഴിക്കാൻ പറ്റും. ഡേറ്റ്സിന്റെ അളവ് ഒരുപാട് കൂടാൻ പറ്റും. ഡേറ്റ്സ് കഴിക്കാം, ഒരുപാട് വലിച്ചു വാരി കഴിക്കരുത്. 1-2 ഡേറ്റ്സ് ബിഗിനിങ് ഓഫ് ദ പ്രഗ്നൻസീസിലൊക്കെ ഡെയിലി ഒരു 1-2 ഡേറ്റ്സ് കഴിക്കാവുന്നതാണ്. ഒരുപാട് കഴിക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആകാനും അതേപോലെ തന്നെ അബോർഷനുള്ള ചാൻസസും ഉണ്ട്. അതേപോലെ ലാസ്റ്റ് ട്രമസ്റ്ററിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡേറ്റ്സ് കഴിക്കുന്നത്, അതും അപ്പോഴും വലിച്ചു വാരി കഴിക്കരുത്. കുറച്ച് എമൗണ്ട് ഓഫ് ഡേറ്റ്സ് കഴിക്കുന്നത് നമ്മുടെ ലേബർ പെയിന് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാം അമിതമായി കഴിച്ചാൽ അമൃതും വിഷമെന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ തന്നെ ഇതൊട്ടും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഡേറ്റ്സും നമ്മൾ 1-2 ഡേറ്റ്സ് കഴിക്കുക. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കഫെയിൻ്റെ എമൗണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ അതിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫുഡ്സ് ടു ഹാവ് ഇൻ പ്രഗ്നൻസിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കഫെയിൻ ഒരുപാട് എടുക്കാതിരിക്കുക. അതായത് ചായ, കാപ്പി പോലുള്ള ഡയറി പ്രോഡക്ട്സ് കഴിക്കുമ്പോൾ മിൽക്ക് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതും നല്ലോണം ബോയിൽ ചെയ്തിട്ടുള്ള മിൽക്ക്. പിന്നെ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് വുമൺസ് ഹോർലിക്സോ അല്ലെങ്കിൽ ഹെൽത്തി ഡ്രിങ്ക്സ് ഒക്കെ. അതൊക്കെ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 200 ml ഓഫ് കഫെയിൻ ആണ് ഒരു ഗർഭിണികളുടെ ശരീരത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റില്ല. ചായ ആയിട്ടോ കാപ്പി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ ഒരു 100 ml ഒരു കപ്പിൽ 2 നേരം, രാവിലെ വൈകുന്നേരം ഒരു കാപ്പി അത്രയ്ക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ കുടിക്കാവുന്നതാണ്.
കാരണം ഈ കഫെയിൻ കണ്ടന്റ് കുട്ടികൾക്ക് ദോഷം ചെയ്യും. അതും ലാസ്റ്റ് മൊമെന്റിൽ കുട്ടികളുടെ വെയിറ്റ് ഗെയിനിന് വരെ ഇതൊരു കാരണം ആവും. കുട്ടികൾ അണ്ടർ വെയിറ്റ് ആയിട്ട് ജനിക്കാൻ വരെ കാരണങ്ങളാവാം. ഈ കഫെയിൻ ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫീറ്റൽ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് അണ്ടർ വെയിറ്റും, ഒരു ഹെൽത്തി ബേബി എന്ന് പറയുന്നത് 2.5 kg ആണ്. ഒരു 2.5 കിലോയെങ്കിലും കുട്ടി ഉണ്ടാവണം ബർത്ത് ടൈമിൽ, എന്നാലേ അതൊരു ഹെൽത്തി ബേബി ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഈ കഫൈനും ടീ കോഫി പോലുള്ള സംഭവങ്ങൾ ഒരുപാട് കഴിക്കുന്നവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് എപ്പോഴും ഹെൽത്തി ഒരു ബേബിക്ക് വേണ്ടി നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. ഹൈ ഷുഗർ കഴിക്കാതിരിക്കുക, ഡെയിലി ഷുഗർ ഒന്നും വാരി വലിച്ച് കഴിക്കാതിരിക്കുക, പറ്റാവുന്നിടത്തോളം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഔട്ട്സൈഡ് ഫുഡ്, കാരണം ഔട്ട്സൈഡ് ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മീറ്റ്, ചിക്കൻ, നോൺ വെജ്, ഫിഷ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ മുട്ട പോലും നമ്മൾ വാങ്ങിക്കഴിക്കുമ്പോൾ എത്രത്തോളം അവരത് കുക്ക് ചെയ്തിട്ടാണ് തരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സോ ഇതുവഴി നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻസും വൈറ്റമിൻ്റെ കുറവുകളും ഡെഫിഷ്യൻസീസും അതേപോലെ തന്നെ അതുമൂലം കുട്ടികൾക്ക് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ ഓൾമോസ്റ്റ് ഹോംലി ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ ക്യാൻഡ് ഫുഡുകൾ, അതായത് ഈ മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സുകളും അവോയ്ഡ് ചെയ്യുക, ഗ്യാസ് കണ്ടന്റ് ഉള്ള കൂൾ ഡ്രിങ്ക്സുകൾ അവോയ്ഡ് ചെയ്യുക, ഫ്രോസൺ ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ലൈക്ക് സോസേജുകളും നഗറ്റ്സും പോലത്തെ ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഓൾറെഡി ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പാറ്റീസ് ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഒരു ഈ കാലഘട്ടങ്ങളിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് ഓൾറെഡി നമുക്ക് മനസ്സിലാക്കണം, നോർമലി ഉള്ളത് തന്നെ ഫ്രോസൺ ഫുഡാണ്. അപ്പോൾ എത്ര കാലം മുമ്പുള്ള ഫുഡായിരിക്കും, എന്താണ് നമുക്ക് അഫക്റ്റ് ആവുക എന്ന് പറയാൻ പറ്റില്ല. ഡയറി പ്രോഡക്ട്സ് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ പനീറിലൊക്കെ നല്ലോണം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചീസ്, പനീർ ഇതൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷെ എല്ലാം നല്ലോണം കുക്ക് ചെയ്ത് കഴിക്കാൻ നോക്കണം നമ്മൾ. മിൽക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പശുവിനൊക്കെ കിട്ടുക, എരുമപ്പാല് ഇതൊക്കെ കറക്റ്റായിട്ട് ഡയറക്റ്റ് പശുവിൻ്റെ കിട്ടുകയാണെങ്കിൽ, അതായത് പാക്കറ്റ് പാലല്ല, അതേപോലെ തന്നെ മിൽക്ക് നല്ലോണം തിളപ്പിച്ചിട്ട് കഴിക്കാൻ നോക്കുക. കാരണം ബാക്ടീരിയ കണ്ടന്റ് കൂടുതലായിരിക്കും മിൽക്ക് പ്രോഡക്ട്സിൽ. അതുമൂലം നമുക്ക് ഫുഡ് പോയ്സൺ, അതുപോലെ കുട്ടിക്ക് അഫക്റ്റ് ചെയ്യാനും സാധ്യതകളുണ്ട്, കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും സാധ്യതകളുണ്ട്. അപ്പോൾ മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം കുക്ക് ചെയ്തും അതുപോലെ മിൽക്ക് കഴിക്കുമ്പോൾ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു ലിവർ. ഈവൻ ബീഫിൻ്റെ ആയാലും ശരി, ചിക്കൻ്റെ ആയാലും ശരി, ലിവറിൻ്റെ എനിക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. പക്ഷെ നോർമലി ലിവർ നല്ല സംഭവമാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പ്രഗ്നൻസി സമയത്ത് എസ്പെഷ്യലി ബിഗിനിങ്ങിൽ ലിവർ കഴിക്കുന്നത് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഫിഷ് കഴിക്കാവുന്നതാണ്. ഫിഷിൽ ഏറ്റവും ഒമേഗ-3യും മിനറൽ കണ്ടൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, ശരീരത്തിന് നല്ലത് തന്നെയാണ്. പക്ഷേ ഫിഷ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഫിഷ് സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും വലിയ ഫിഷുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി ട്യൂണ, അതേപോലെ സ്രാവ് പോലെയുള്ള മെർക്കുറി കണ്ടന്റുകൾ കൂടുതലുള്ള ഫിഷുകൾ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ത്രൂ ഔട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ഫിഷുകൾ, അതായത് അയല, മത്തി, ചെറിയ മീനുകൾക്കൊക്കെ ഓയിൽ കണ്ടന്റ് കൂടുതലാണ്. ഇതും ശരീരത്തിന് ബാധിക്കാൻ സാധ്യത. അത് കഴിക്കാം. ഈ ട്യൂണ, മറ്റേ ഷാർക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫിഷ് നിർബന്ധമായിട്ട് വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ, ഡെയിലി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്ത് ആഴ്ചയിൽ 1-2 ദിവസമാക്കി മത്തി, അയല, മറ്റേ ചെറിയ മീനുകൾ പോലത്തുള്ള സംഭവങ്ങൾ കഴിക്കുക. കാരണം ഇതിൽ നെയ്യിൻ്റെ അല്ലെങ്കിൽ മറ്റേ ഓയിൽ കണ്ടന്റുകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് 1-2 ദിവസം കഴിക്കാവുന്നതാണ്. ഷെൽ കണ്ടന്റ് ഉള്ള ഫിഷുകൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അത് എപ്പോഴും നിങ്ങൾ നല്ലോണം കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അത് മാത്രം ശ്രദ്ധിക്കുക. മീറ്റും ഫിഷും എഗ്ഗും ഒക്കെ എല്ലാം ഹൈലി കുക്ക്ഡ് ആയിരിക്കണം. ഒരിക്കലും അണ്ടർ കുക്ക്ഡോ അല്ലെങ്കിൽ വേവിക്കാതെ ഒന്നും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം കഴിക്കാവുന്നതാണ്. ഞാൻ ഒരു 2 ഫ്രൂട്ട്സ് ഓൾറെഡി അവോയ്ഡ് ചെയ്യാവുന്ന ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വെജിറ്റബിൾസിൽ വഴുതനങ്ങ പോലെയുള്ള സംഭവങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എല്ലാം നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ള സംഭവങ്ങൾ വലിച്ചു വാരി കഴിക്കരുത്. കഴിച്ചോളൂ. നിങ്ങളിപ്പം ഒരു 10 days കൂടുമ്പോൾ 1 time കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതും ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പദാർത്ഥമാണ്, അതെനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, വൺസ് കഴിക്കാം, പ്രോബ്ലം ഇല്ല. ഈ വലിച്ചു വാരി കഴിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ മാംഗോ, ചക്ക പോലുള്ള സംഭവങ്ങളൊക്കെ ശരീരത്തിന് നല്ല ചൂടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് മാംഗോ കഴിച്ചിട്ടൊക്കെ ചിലപ്പോൾ ഫുഡ് പോയ്സൺ, എനിക്ക് ലൂസ് മോഷൻ ഉണ്ടായിട്ടുണ്ട്, അതായത് ഫുഡ് പോയ്സൺ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത ട്രിക്ക് എന്ന് വെച്ചാൽ, ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി, കാരണം ബാക്ടീരിയ കണ്ടന്റുകൾ ഇതിൽ ഒഴിവായിരിക്കും. അപ്പോൾ കുറേ നേരം വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ചൂട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കുക മാംഗോ, ഫ്രൂട്ട് പോലെയുള്ളതൊക്കെ. പിന്നെ എപ്പോഴും നമ്മൾ ആപ്പിളും ഗ്രേപ്സും ഒക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല.
മയോനൈസ് പോലുള്ള സംഭവങ്ങൾ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പുറത്തുനിന്ന് വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയാണെങ്കിൽ അതിൽ എഗ്ഗിന്റെ കണ്ടന്റുകൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും. എഗ്ഗ് വന്നിട്ട് അത് കുക്ക്ഡ് ആയിരിക്കില്ല. മയോനൈസ് ഉണ്ടാക്കുന്ന രീതി വന്നിട്ട് പല രീതിയിലായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ മയോനൈസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അതിനകത്ത് ഫുള്ള് എഗ്ഗ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡെഫിനറ്റ്ലി അവർ യൂസ് ചെയ്യുന്നത്. ഡയറി പ്രൊഡക്ട്സും എഗ്ഗും യൂസ് ചെയ്യുന്നതാണ്, പാലൻ എഗ്ഗ് യൂസ് ചെയ്യുന്നതാണ്. ഈ 2 പ്രൊഡക്റ്റും നമ്മുടെ ശരീരത്തിന് ഫുഡ് പോയ്സൺ ഉണ്ടാക്കാവുന്ന സംഭവം. എല്ലാം കഴിക്കാം. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്, ഒരുവിധം എല്ലാം നിങ്ങൾക്ക് കഴിക്കാം. ഫിഷ് കഴിക്കാം, മീറ്റ് കഴിക്കാം, ചിക്കൻ കഴിക്കാം, അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം, ലീഫി വെജിറ്റബിൾസ് കഴിക്കാം, നട്ട്സ് കഴിക്കാം, ഡേറ്റ്സ് കഴിക്കാം, എല്ലാ ഫുഡും കഴിക്കാം. അളവിന് കഴിക്കുക എന്നുള്ളതാണ്. വലിച്ചു വാരി തിന്നരുത്. അവസാനം ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എഫക്റ്റ് ആവുന്ന രീതിയിലോ കഴിക്കാതിരിക്കുക. പുറത്തത്തെ ഫുഡും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഇതിൽ പറയുകയാണ്, ആഗ്രഹത്തിന് കഴിക്കുക, അത്യാഗ്രഹത്തിന് കഴിക്കരുത് എന്നുള്ളൊരു രീതിയാണ് ഞാനിങ്ങനെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആയിരിക്കും. നമുക്ക് കുട്ടിക്ക് വേണ്ടി ഇപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യുക. നമുക്കൊരു ഹെൽത്തി ബേബിയാണ് വേണ്ടത്, ഹെൽത്തി പ്രഗ്നൻസി ആണ് വേണ്ടത്. സോ ഹാപ്പി ആയിരിക്കുക. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അവർ പറയുന്ന സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഹാപ്പി ആയിരിക്കുക പ്രഗ്നൻസി ത്രൂ ഔട്ട്. അതാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ പ്രഗ്നൻസിയിൽ, അത് തന്നെയായിരിക്കും കുട്ടികളുടെ ജീവിതകാലം മുഴുവുള്ള അവരുടെ ക്യാരക്ടറും മാനറിസംസും ഒക്കെ വരിക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ അതിന് പറ്റാവുന്ന രീതിയിൽ എനിക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങൾ പോകുന്നത് അതും കമന്റ്സ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരു പാറ്റേൺ ആണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ 2 പ്രഗ്നൻസിയിലും ഞാൻ കൊണ്ടുപോയ ഒരു പാറ്റേൺ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. പ്രാർത്ഥിക്കുക, നല്ലൊരു ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സോ പറ്റാവുന്ന അത്രയും വീഡിയോകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. വൺസ് അഗൈൻ ടേക്ക് കെയർ.